ആലപ്പുഴ തുറവൂരിൽ മകൻ കുഴിച്ചിട്ട് അമ്മയുടെ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. തഹസിൽദാർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അമ്മയുടെ മൃതദേഹം മറ്റാരും അറിയാതെ മകൻ കുഴിച്ചു മൂടുകയായിരുന്നു. തുറവൂർ മനക്കോടം സ്വദേശിനി രാധയുടെ മൃതദേഹമാണ് മകൻ ഗിരീഷ് കുഴിച്ചു മൂടിയത്. നാട്ടുകാരുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കുത്തിയതോട് പോലീസ് കേസെടുത്തു. കൊച്ചുങ്ങൾ വൈകുന്നേരമാണ് എന്നോട് പറയണം, ഞാനില്ലായിരുന്നു. അന്നപ്പോൾ അമ്മച്ചോന് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പപ്പ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വാതിക്കയിൽ, ഞങ്ങളെ പടിഞ്ഞാറ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛമ്മ മരിച്ച്, അപ്പോൾ അമ്മയോട് പറയണ്ട, നമുക്ക് വിരടത്ത് ഇടാം, ഇവിടെ വെള്ളമല്ലേ, വിരടത്തണം അങ്ങനെ ഇട്ടേന്ന് പറഞ്ഞു. ചേച്ചിയോട് പറഞ്ഞില്ല? എന്നോട് പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് അറിഞ്ഞപ്പോൾ ഞാനാണ് പ്രസാദിനെ വിളിച്ച് പറഞ്ഞത്. ഇങ്ങനെ പ്രസാദിൻ്റെ പോലെ ഒരു കാര്യം കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗിരീഷ് നേരെ പ്രസാദിൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞ് വന്നപ്പോൾ ചോദിച്ചപ്പോൾ തല കൈവച്ചും പറഞ്ഞു, എടാ ഞാൻ ചെയ്തു പോയി, കാരണം വെച്ചാൽ അമ്മ മരിച്ചിരിക്കുകയായിരുന്നു, ഞാൻ അപ്പം കൊണ്ട് വന്നപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പെരടത്ത് കുടിച്ചിട്ടേന്ന് പറഞ്ഞത്. ചേച്ചി ഇവിടെ അല്ലേ താമസിക്കുന്നത്? ഞാൻ 5-6 വർഷമായിട്ട് ഞാൻ വാടകയ്ക്ക് തുറവൂരാണ് താമസിക്കുന്നത്. രഘുനാഥ് നാരായണനുണ്ട്. രഘു, നടപടികൾ ആരംഭിച്ചോ? പോലീസിൻ്റെ ഒരു നിലവിലെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഗിരീഷ് വീടിനകത്ത് കുഴിച്ചിട്ടിരുന്ന മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മൃതദേഹം ഈ വീട്ടിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്യും. ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് പോലെ തന്നെ വളരെ മോശമായ ഒരു അവസ്ഥയിലുള്ള വീടാണ്. വീട് പൊളിയാറായ അവസ്ഥയിലാണ്. ചുറ്റും വെള്ളക്കെട്ടാണ്. ഈ കായലിനും കടലിനും ഇടയ്ക്കുള്ള പ്രദേശമായതുകൊണ്ട് വെയിലിറക്ക സമയത്തൊക്കെ വെള്ളത്തിൻ്റെ വലിയ രീതിയിലുള്ളൊരു ഒഴുക്കും പൊക്കവുമൊക്കെ ഈ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ ആളുകളൊക്കെ വന്നു ചേർന്നാണ്, രാവിലെ നമ്മളിവിടെ വന്നപ്പോൾ മുഴുവൻ കണ്ടൽക്കാടുകളുമൊക്കെയാണ് ആളുകൾ ചേർന്നത് ഈ പരിസരം വൃത്തിയാക്കിയതാണ്. ഇന്നലെ രാവിലെയാണ് രാധമ്മ മരിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. വൈകുന്നേരമാണ് ഈ വിവരം പുറത്തറിയുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും ആ സമയത്ത് തന്നെ ഗിരീഷിനെ കുത്തിയോട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസിനോട് ഗിരീഷ് പറഞ്ഞത് രാവിലെ ആഹാരവുമായി എത്തിയപ്പോൾ അമ്മ മരിച്ചിരിക്കുകയായിരുന്നു, മറ്റാരും അറിയാതെ എന്ന് പറയുമ്പോൾ നാട്ടുകാരറിയാതെ കുഴിച്ചു മൂടി എന്നുള്ളതാണ്. പക്ഷേ ഗിരീഷ് ഒരു 4 കിലോമീറ്റർ അപ്പുറം താമസിച്ചിരുന്ന മക്കളെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ സാന്നിധ്യത്തിലാണ് വീടിനകത്ത് തന്നെ അമ്മയെ കുഴിച്ചു മൂടിയത്. ഇതിനു വേണ്ടി ഗിരീഷ് ഈ തൂമ്പ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത് നാട്ടുകാർ കണ്ടിട്ടുമുണ്ട്. മൃതദേഹം ഒരു ചെറിയ കുഴിയിൽ ഒരു ചരിഞ്ഞ് കിടക്കുന്ന നിലയിലാണുള്ളത്. ഒരു 10-15 മിനിറ്റ് മുൻപ് മൃതദേഹം പുറത്തെടുത്തു. റവന്യൂ ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. ശരി. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.